ഹലോ, എല്ലാവർക്കും llbjunctionന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബാങ്കിംഗ് ലോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിലൂടെ നമ്മൾ കോർ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ബാങ്ക് ബ്രാഞ്ചസ് തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓൺലൈൻ ലിങ്കിനെയാണ് നമ്മൾ ഈ കോർ ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോർ എക്സ്പാൻഡ് ചെയ്താൽ അത് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ബാങ്ക് ബ്രാഞ്ചിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആ കറക്റ്റ് സമയത്ത്, അതായത് റിയൽ ടൈമിൽ തന്നെ മറ്റ് ബ്രാഞ്ചസുമായിട്ട് ഓൺലൈനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ പോയിട്ട് ഒരു 5 lakh rupees ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ തന്നെ പോകണം എന്നില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ലോകത്തുള്ള വേറെ ഏത് ബ്രാഞ്ചിൽ പോയാലും എനിക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ഇതെന്തുകൊണ്ടാണ് നടക്കുന്നത്? അവിടെ കോർ ബാങ്കിങ് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതായത് ഒരു ബാങ്ക് ബ്രാഞ്ചിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ വിവരങ്ങൾ ആ റിയൽ ടൈമിൽ തന്നെ അതിൻ്റെ മറ്റു ബ്രാഞ്ചസുമായിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ഷെയർ ചെയ്യാണ്. Core banking is a banking service that enables a group of network bank branches to share data between bank branches quickly. അതായത് ബാങ്ക് ബ്രാഞ്ചസ് തമ്മിൽ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ സേവനമാണ് ഈ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. The customers can access their bank account and perform basic transactions from any member branch office. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം? അവരുടെ ബാങ്ക് അക്കൗണ്ട് ആ സെയിം ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നടത്താം. സോ ഇതൊക്കെയാണ് ഈ കോർ ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ പോയിട്ട് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി ആ വിവരം ബാങ്ക് സെർവറിൽ രേഖപ്പെടുത്തും. അതായത് നമ്മൾ ഏത് ബ്രാഞ്ചിൽ പോയിട്ട് എന്ത് ചെയ്താലും ആ വിവരം ഉടനടി ബാങ്ക് സെർവറിൽ രേഖപ്പെടുത്തും. സോ അതുകൊണ്ട് തന്നെ ബാങ്ക് സെർവറിൽ ആ വിവരം എത്തുന്നതോട് കൂടിയിട്ട് മറ്റ് ബ്രാഞ്ചസും ആ ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ട് അറിയുകയാണ്. സോ അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ഏത് ബ്രാഞ്ചിൽ നിന്നും നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഡെപ്പോസിറ്റിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, എന്നും ചെയ്യാം. സോ ഈ കോർ ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ബാങ്ക് ബ്രാഞ്ചിൽ നടത്തിയിട്ടുള്ള കാര്യം, ഒരു ബാങ്ക് ബ്രാഞ്ചിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ഓൺലൈനായിട്ട് മറ്റുള്ള ബ്രാഞ്ചസുമായിട്ട് ഉടനടി ആ റിയൽ ടൈമിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. Traditionally, core banking is closely associated with the retail banking sector of the commercial banking system. സോ പണ്ടെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോർ ബാങ്കിങ് നമ്മുടെ റീറ്റെയിൽ ബാങ്കിങ് സെക്ടറുമായിട്ട് മാത്രമായിരുന്നു അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ റീറ്റെയിൽ ബാങ്കിങ് സെക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമർ ബാങ്കിങ് സെക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഇവിടെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. But however, due to the rise in the number of corporate clients, banks have realized the convenience core banking service could be bring to corporate banking solutions. So കാലം മാറുന്നതിനനുസരിച്ച് എന്തുണ്ടായി? ബിസിനസ് സ്ഥാപനങ്ങൾ വളരാൻ തുടങ്ങി. സോ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് മാത്രമായിരുന്നില്ല ബാങ്കിന് ഉണ്ടായിരുന്നത്, നേരെ മറിച്ച് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സും ഉണ്ടാവാൻ തുടങ്ങി. സോ എന്തുണ്ടായി? കാലം മാറുന്നതിനനുസരിച്ച് ഈ കോർ ബാങ്കിങ് സർവീസ് അവർ ഈ കോർപ്പറേറ്റ് ക്ലയൻസിനും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. Some of the underlying core banking solutions include deposits, loan, payments, etc. These services are made accessible to customers with the help of core banking software. സോ ഈ കോർ ബാങ്കിങ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൺലൈനായിട്ടാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എന്ന്. സോ ഓൺലൈനായിട്ട് ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു സോഫ്റ്റ്വെയർ വേണം. സോ കസ്റ്റമേഴ്സിലോട്ട് ഈ കോർ ബാങ്കിങ് എന്നുള്ള സർവീസ് എത്തുന്നത് കോർ ബാങ്കിങ് സോഫ്റ്റ്വെയറിലൂടെയാണ്.
സോ നമുക്ക് എന്തുണ്ടായി, ഈ കോർ ബാങ്കിങ് എന്നുള്ള സർവീസിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ ലോണിന് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ സൗകര്യപ്രദമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. Core banking system uses information communication technology to simplify the banking procedures and processes for its various applications. സോ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഈ കോർ ബാങ്കിങ് സിസ്റ്റം നമ്മുടെ IT തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ കോർ ബാങ്കിങ് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സിനെ ഏത് ബ്രാഞ്ചിൽ പോയിട്ട് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അവരുടെ ബാങ്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ കോർ ബാങ്കിങ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് രണ്ടാമതായിട്ട് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ കോർ ബാങ്കിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ പ്രൊസീജിയർ സത്യം പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഫോർമാറ്റിൽ ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മോർ ഓവർ അത്തരം കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസും ഒരു ഓത്തൻറ്റിക്കേഷൻ സിസ്റ്റം വഴി ഈ കസ്റ്റമേഴ്സിനെ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ബേസിസിൽ തീരുമാനം എടുക്കാനും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ നമ്മുടെ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാനും ഈ കോർ ബാങ്കിങ് ഹെൽപ്ഫുൾ ആവും എന്നായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഒബ്ജക്റ്റീവ്. അതായത് കോർ ബാങ്കിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള ഒബ്ജക്റ്റീവ്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് കോർ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് കോർ ബാങ്കിങ് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോർ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മാർഗത്തിലൂടെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമർ ഇപ്പോൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതല്ലെങ്കിൽ പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും അത് പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ വായ്പയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ലോൺ പ്രോസസ്സ് ചെയ്യുക. ലോൺ പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ബാങ്കിൽ ലോണിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കിട്ടുന്നത് തൊട്ടിട്ട് അയാളുടെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിനൈ ചെയ്യുക അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോൺ പ്രോസസ്സിങ്ങിൻ്റെ ഉള്ളിൽ ഉൾപ്പെടും. സോ ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബാങ്കിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കസ്റ്റമറുടെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ബാങ്കിങ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ കാർ ലോണ്, പിന്നെ അതുപോലെ ഹൗസ് ലോൺ, ഇതൊക്കെ ഉൾപ്പെടും. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് അനലിറ്റിക്സ്. ബാങ്കിങ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചേർഡ് ആയിട്ടും അതുപോലെ തന്നെ അൺസ്ട്രക്ചേർഡും ആയിട്ട് കിട്ടുന്നുള്ള ഡാറ്റാസ് സേവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യുക, പിന്നെ അതിൻ്റെ മുകളിൽ വിശകലനം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജീനെയാണ് നമ്മൾ ഈ ബാങ്കിങ് അനലിറ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് എക്സെട്ര. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പേടിഎം, ഗൂഗിൾ പേ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഈ കോർ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വരുന്നതാണ് ചെക്ക് പേയ്മെൻറ്റ് ആൻഡ് ക്ലിയറൻസ്. അതായത് ചെക്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേ ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കോർ ബാങ്കിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഫങ്ഷൻസ് തന്നെയാണ്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോർ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ കോർ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തന്നെയാണ്. സോ ആദ്യത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്, എക്സസീവ് റിലയൻസ് ഓൺ ടെക്നോളജി. ഈ കോർ ബാങ്കിങ് മൊത്തത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ടെക്നോളജിയുടെ മുകളിലാണ്. സോ ടെക്നോളജിക്ക് ഇപ്പോൾ ആക്സസ് വരാത്തൊരു പക്ഷം ഈ കോർ ബാങ്കിങ് അവതാളത്തിലാവും എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് രണ്ടാമതായിട്ട് എനി ഫെയിലിയർ ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാൻ കോസ് എൻറ്റയർ നെറ്റ്വർക്ക് ടു ഗോ ഡൗൺ. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതായത് വാട്സപ്പിൻ്റെ സെർവർ ഡൗൺ ആയി, ഫേസ്ബുക്കിൻ്റെ സെർവർ ഡൗൺ ആയി എന്നൊക്കെ. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, ആർക്കും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല.
സോ അതുപോലെ തന്നെയാണ് ഈ കോർ ബാങ്കിങ്ങും വരുന്നത്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞു വെച്ചാൽ ആ എൻറ്റയർ നെറ്റ്വർക്കും ഡൗൺ ആവും, ആർക്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമതായിട്ട്, ഇഫ് ഡേറ്റ ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് പ്രോപ്പർലി ആൻഡ് ഇഫ് പ്രോപ്പർ കെയർ ഈസ് നോട്ട് ടേക്കൺ, ഹാക്കേഴ്സ് ക്യാൻ ഗെയിൻ ആക്സസ് ടു ദ സെൻസിറ്റീവ് ഡാറ്റ. ഈ സെൻസിറ്റീവ് ഡാറ്റാസ് ഒന്നും മതിയായ രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹാക്കേഴ്സിന് എന്ത് ചെയ്യാം, ഈ ഡാറ്റാസ് ഒക്കെ സുഖമായിട്ട് കൈവശം ആക്കാമെന്നാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോർ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ബ്രാഞ്ചസ് തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ ലിങ്കിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.